വന്യമൃഗശല്യം രൂക്ഷമായ ഇടുക്കി പഴയ മൂന്നാർ മേഖലയിൽ വനം വകുപ്പിനെതിരെ പ്രക്ഷോഭവുമായി നാട്ടുകാർ. 10 ദിവസത്തിനുള്ളിൽ മേഖലയിൽ പതിവായി ഇറങ്ങുന്ന പുലിയെ കൂടുവച്ച് പിടിക്കാത്ത പക്ഷം 16-ാം തീയതി റോഡ് ഉപരോധവും റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് പഴയ മൂന്നാർ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു. ജനവാസ മേഖലയിൽ ഒരു മാസത്തിനിടയിൽ പകലുൾപ്പെടെ 2 തവണ പുലി ഇറങ്ങിയിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ പുലിയെ പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. 170 പേരടങ്ങുന്ന ആളുകളുടെ പരാതിയും ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകും. വരുന്ന 10 ദിവസത്തിനുള്ളിൽ പുലിയെ കൂടുവെച്ച് പിടികൂടാൻ വനംവകുപ്പ് തയ്യാറായില്ലെങ്കിൽ റോഡ് ഉപരോധവും വനംവകുപ്പ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ മൂന്നാറിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുറേ ദിവസങ്ങളായി വാർഡ് 13 മൂന്നാർ പഞ്ചായത്തിലെ വാർഡ് 13 2 പ്രാവശ്യം ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടു. അത് ഫോറസ്റ്റുകാർ ഐഡന്റിഫൈ ചെയ്തു. അതിൻ്റെ കാൽപാദം എല്ലാം കണ്ടുപിടിച്ചു. എന്നിട്ട് പോലും ഇതുവരെ യാതൊരു ആക്ഷനും എടുക്കുന്നില്ല. ഇവിടെ സ്കൂളിൽ പോകുന്ന പിള്ളേരും തോട്ടത്തിൽ വാഴുന്ന ആൾക്കാരും ഒരുപാട് ടൗണിൽ തൊട്ടടുത്തുള്ള ഏരിയ ആണ്. ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ കൊണ്ടുവച്ച് ഈ പുലിനെ പിടിച്ചില്ലെങ്കിൽ വരുന്ന 16-ാം തീയതി റോഡ് ഉപരോധിച്ചുകൊണ്ടും DFO ഓഫീസും റേഞ്ച് ഓഫീസറുടെ മേളിൽ മാർച്ച് വൻ ശക്തമായിട്ട് ഞങ്ങൾ ഇറങ്ങുമെന്ന് മാത്രം അറിയിച്ചുകൊള്ളുന്നു. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ ജി മുനിയാണ്ടി, സുരേഷ് കുമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ജാക്കുലിൻ മേരി, S അഷ്ടലക്ഷ്മി, M ഭവ്യ കണ്ണൻ എന്നിവർ മൂന്നാറിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.